ആദ്യമായിട്ട് ഒരു വിമാനയാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന പോലെ നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറുമ്പം തന്നെ എൻട്രീൻ്റെ ഭാഗത്ത് ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ പാസ്പോർട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ID കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതുകൂടാതെ തന്നെ നമ്മൾ വിമാന ടിക്കറ്റും അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് ലഗേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ വിമാനത്തിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി. ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് നമ്മളെ എയർലൈൻ ഏതാണോ ആ ഒരു എയർലൈനിൻ്റെ കൗണ്ടറിലേക്ക് ചെല്ലുന്നു. കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും മറ്റു ഡീറ്റെയിൽസും നമ്മളവിടെ കൈമാറുമ്പം അവർ നമുക്ക് ഇതുപോലത്തെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് എടുത്ത് തരും. നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമ്മളെ A to Z കാര്യങ്ങൾ ഫുൾ അവർ പരിശോധിക്കും. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഡൊമസ്റ്റിക് യാത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമിഗ്രേഷൻ്റെ സംഗതി ഉണ്ടാവില്ല. നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഇമിഗ്രേഷൻ എന്നുള്ള സംഗതി നമുക്ക് വരുന്നുള്ളൂ. ഇമിഗ്രേഷൻ്റെ ഭാഗത്ത് പോവാം. ഇമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ പാസ്പോർട്ടും പിന്നെ ബോർഡിംഗ് പാസും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ സീൽ വെച്ച് തരും. അങ്ങനെ ബോർഡിങ്ങിൻ്റെ സമയമാകുമ്പം അവർ നമ്മുടെ ബോർഡിംഗ് പാസും പിന്നെ നമ്മുടെ ID ഏതാണോ, അതായത് ഇൻ്റർനാഷണൽ യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടായിരിക്കും. ഇത് രണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എയർലൈൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അതിനുശേഷം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്.